ഹായ് മക്കളെ, യെസ് അവന മിസ് ഹിയർ. യെസ്, നിങ്ങൾ തമ്പിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ അല്ലേ, നമ്മുടെ ചാപ്റ്റർ ഏതാ? ഹ്യൂമൻ ബോഡി എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ അല്ലേ, അതായത് മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഡൈജഷൻ ആണ്, ഒരു 4-5 പേജോളം നിങ്ങൾക്ക് ഡൈജഷൻ ആണ് ഉള്ളത് അല്ലേ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 5ാമത്തെ ചാപ്റ്ററാണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ആ 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആവണം എന്നുണ്ടെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പം മിസ് ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, നമ്മളിതാ ഇതുപോലെ മാക്കം ഫുഡ് മുണുങ്ങുന്നു അല്ലേ. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എവിടെ വെക്കുക? ജസ്റ്റ് വായിലാണ് വെക്കുക അല്ലേ. വായയിൽ അല്ലെങ്കിൽ മൗത്തിലാണ് ആദ്യം ഫുഡ് എത്തിക്കുക അല്ലേ. ഈ മൗത്തിൽ നിന്നാണ് ഡൈജഷൻ സ്റ്റാർട്ട് ആവുന്നത്. നിങ്ങൾ US ഒക്കെ എഴുതുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ആവുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? യെസ്, അത് മൗത്തിലാണ്. നിങ്ങൾ എന്താ ഈസോഫാഗസ് എന്നൊന്നും എഴുതി വെക്കാൻ പാടില്ല. മൗത്തിലാണ് ഡൈജഷൻ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ മൗത്തിൽ എന്ത് ചെയ്യുന്നു? ഫുഡ് വെക്കുന്നു. എന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? യെസ്, ഈ ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫ്ലോ ചാർട്ടിലേക്കൂടെ മിസ് പെട്ടെന്ന് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൗത്തിൽ ഫുഡ് വെക്കുന്നു അല്ലേ. ദെൻ ഈസോഫാഗസ്, ഇവിടെ കേട്ടോ ഈസോഫാഗസ്, മലയാളത്തിൽ നമുക്ക് അന്നപദം കേട്ടോ, അന്നപദാണ്, അന്നപദത്തിലെത്തും. പിന്നെ അത് സ്റ്റൊമക്കിലെത്തും. അല്ലാന്നുണ്ടെങ്കിൽ ആമാശയം, കുടൽ എന്നൊക്കെ അല്ലേ. ജസ്റ്റ് ഇനി എന്താ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ കേട്ടോ. ഈ സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലേ, പക്ഷെ നിങ്ങൾ ആളത്ര ചെറുതൊന്നുമല്ല, ആൾക്ക് നല്ല വലിപ്പമെല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഫുഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിലെത്തും, അല്ലെങ്കിൽ വൻകുടലിലെത്തും. എന്നിട്ട് രക്തത്തിലെത്തും, അല്ലാണെങ്കിൽ മലാശയം കേട്ടോ. ആദ്യം മൗത്ത്, ദെൻ ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം. അതായത് വായ, അന്നപദം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം. അപ്പം നമ്മൾ ഫുഡ് വായയിൽ വെച്ചു, എന്നിട്ട് എവിടെ പോയി? യെസ്, ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നപദത്തിലേക്ക് എത്തി അല്ലേ. എന്നിട്ട് ഫുഡ് ഇപ്പോൾ എവിടെയാണ് പോകുന്നത്? യെസ്, ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്കിലേക്ക് എത്തി. എന്നിട്ട് ഫുഡ് ഇനി എവിടെയാ പോവാ? യെസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലെത്തിയേ. ചെറുകുടലിലെത്തി കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല, എവിടെ പോവും? ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിലെത്തും. പിന്നെ എവിടെയാ പോവാ? മലാശയം അല്ലെങ്കിൽ റെക്ടം. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. യെസ്, ക്ലാസ് 7 പഠിക്കുന്ന മക്കളല്ലേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വരാൻ പോവാണ്. അപ്പൊ പെട്ടെന്ന് പഠിച്ചു തീർക്കണ്ടേ. ഇതുപോലെ ഈ ഒരു വീഡിയോ പോലെ തന്നെ പെട്ടെന്ന് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചാലോ. അതിന് വേണ്ടിയിട്ടാണ് എജുപോഡിന്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് കേട്ടോ. അതായത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് നവംബർ 13 വരെ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ പൈസക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നമ്മളെ ആപ്പ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം യൂട്യൂബിന് ടൈം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ലൈവൊക്കെ കാണുന്ന മക്കളായിരിക്കും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററും എക്സ്പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ്, ലൈവ് സെക്ഷൻസ്, MCQ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ USന്റെ കാര്യം മറന്നു പോകാൻ പാടില്ല. ഈ ഒരു വീഡിയോ കാണുന്ന മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. മിസ് USSന്റെ ഈ ഒരു പോർഷനിൽ ഇത്ര മാത്രമേ USS ചോദിക്കും. പ്രഡിക്ഷൻ ആയിട്ടുള്ള അല്ലെ, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൊണ്ടാണ് മിസ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ US ഇത് വെറും 99 അല്ലേ, 99 അല്ലേ. 2 ദിവസം ചോക്ലേറ്റ് വാങ്ങുന്ന പൈസയെ മക്കളെ എന്ത് വേണ്ടു? US കിട്ടാൻ വേണ്ടു. ഈ ഒരു 99 നിങ്ങൾ ഈ ഒരു USന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും കേട്ടോ. അത് എന്താ വെച്ചാൽ നിങ്ങൾ US നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മിസ്സിന്റെ വാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു USന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എവിടെ പോകുന്നതായിരിക്കും? യെസ്, ഡയറക്റ്റ് നിങ്ങൾ പേയ്മെന്റ് ലിങ്കിലേക്കാണ് പോവുക. അപ്പോൾ പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? ലോഗിനൊക്കെ ചെയ്ത് എജുപോഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ലോഗിൻ ചെയ്യുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം മിഷൻ USS നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെച്ചിട്ടുള്ളതാണ്, ഓരോരുത്തർക്കും ഉള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, ആഹാരം നമ്മൾ വായയിലേക്ക് വെച്ചു. പിന്നെ ആഹാരം എവിടെയാ പോവുക? ഈസോഫാഗസ് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അന്നപദം എന്ന് പറയാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈസോഫാഗസ് ഒരു ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഈസോഫാഗസ്. എന്താ നോക്കിക്കോ, ഇങ്ങനെ ലോങ് ട്യൂബ് ലൈക്കാ. എന്താ, നമ്മൾ വായനെയും അതുപോലെ തന്നെ ആമാശയത്തെയും കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നപദം. 1ാമത്തെ ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് വെച്ചോ. വായും അതുപോലെ തന്നെ സ്റ്റൊമക്കും അല്ലേ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ്, കണക്ട് ചെയ്യുന്ന ഒരു ലോങ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, ഈസോഫാഗസിന്റെ വോളിൽ ഒരു വേവ് ലൈക്ക് മോഷൻ ഉണ്ട് കേട്ടോ. ഒരു വേവ് ലൈക്ക് മോഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയാം കേട്ടോ. മലയാളം ഇംഗ്ലീഷൊക്കെ സെയിം ആണേ.
പെരിസ്റ്റാൾസിസ് എന്ന് പറയാം കേട്ടോ. ഇതാ പെരിസ്റ്റാൾസിസ്, അതായത് നോക്കിക്കോ, അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം. നിങ്ങൾ ഈ തരംഗ രൂപത്തിലുള്ള ചലനം അല്ലെങ്കിൽ വേവ് ലൈക്ക് മോഷൻ കേട്ടോ, വേവ് ലൈക്ക് മൂവ്മെന്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഓർണം അത് പെരിസ്റ്റാൾസിസ് ആണ്, വേറെ എവിടെയും പോകണ്ട. വേവ് ലൈക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനം, ഇതെവിടെ ഉണ്ടാവുക? ഈസോഫാഗസിന്റെ വോളിൽ അല്ലേ. തരംഗ രൂപത്തിലുള്ള ചലനത്തിന് എന്താ പറയാ? പെരിസ്റ്റാൾസിസ്, അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് എന്ത് പറയാടാ? യെസ്, നമുക്ക് പെരിസ്റ്റാൾസിസ്, ഇംഗ്ലീഷും മലയാളമൊക്കെ സെയിം ആണല്ലേ. അപ്പം നോക്കിക്കോ, എവിടെ എത്തി? ഫുഡ് ഈസോഫാഗസിലെത്തി. അതിതാ ഇങ്ങനെ പോവാണ്. എന്നിട്ട് പിന്നെ എവിടെ പോവും? യെസ്, ആമാശയത്തിൽ പോകും, അല്ലെങ്കിൽ എവിടെ പോവും? നമ്മളെ സ്റ്റൊമക്ക് പോകും അല്ലേ. സ്റ്റൊമക്കിലെത്തിയേ. നമ്മൾ ഫുഡ് ഇപ്പോൾ എവിടെയുള്ളത്? സ്റ്റൊമക്കിലാണുള്ളത്, അല്ലെങ്കിൽ ആമാശയത്തിലാണല്ലേ. നോക്കിക്കോ, അതായത് നമ്മൾ ഇത് നോക്കിക്കോ, 4 to 5 hours, അതായത് 4 to 5 മണിക്കൂർ വരെ നമ്മളെ ഫുഡ് എവിടെ നിൽക്കുന്നുണ്ടടാ? നമ്മളെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ വയറിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട് നമുക്ക്. നമ്മൾ ഈ ഒരു ഗാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഡൈജഷന് വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു വയറിലാണ് നമ്മൾ ഗാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? എന്തിനാ ഗാസ്ട്രിക് ജ്യൂസ്? ശരിക്കും നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സ്റ്റൊമക്കിൽ ഗാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താ? യെസ്, അപ്പോൾ നമ്മൾ മെല്ലെ എങ്ങോട്ടേക്ക് പോവാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് പോവാണ്. ഫസ്റ്റ് മിസ് ഈസോഫാഗസ് പറഞ്ഞു, ഈസോഫാഗസിന് സ്റ്റൊമക്കിലേക്ക് വന്നു. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവാ. എവിടെ പോവാ? ചെറുകുടലിലേക്ക് പോവാ കേട്ടോ. ചെറുകുടലിലേക്ക് പോവാണ്. ഈ ചെറുകുടൽ കാണുമ്പോൾ നിങ്ങൾക്ക് പേരിൽ ചിലപ്പം ചെറുതായിരിക്കും, സ്മോൾ ആയിരിക്കും. പക്ഷെ ആളിങ്ങനെയല്ല. ആളെ നിങ്ങൾ ചുറ്റി വെച്ച കണ്ടോ? അതാ ഇങ്ങനെ വെച്ച കണ്ടോ? ഏകദേശം ഒരു സാരീൻ്റെ വലുപ്പമുണ്ട് എന്നാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് പറയാൻ പറ്റും. നോക്കിക്കോ, 5 to 6 meters ലോങ്. മനസ്സിലായോ? ഈ ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 5 to 6 മീറ്റർ വരെ ലോങ് ആണ്, അല്ലെങ്കിൽ അത്രയും വലുപ്പമുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എത്തുമ്പോഴേക്ക് നമ്മുടെ ഡൈജഷൻ തീരും, അല്ലെങ്കിൽ ദഹനം പൂർത്തിയാകുന്നത് എവിടെയെന്ന് ചോദിക്കും. നമ്മളെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതായത് ഇതാ നോക്കിക്കോ, പൂർണ്ണമാകുന്നത്, ദഹനം പൂർണ്ണമാകുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ദഹനം പൂർണ്ണമാകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. പിന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു തരട്ടെ. അതായത് നമ്മളെ കരൾ അല്ലെങ്കിൽ ലിവർ ഒരു പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് ഇംഗ്ലീഷിൽ എന്താ പറയുക? ബൈൽ ജ്യൂസ് എന്നാ പറയാം കേട്ടോ. നമ്മളെ കരൾ അല്ലെങ്കിൽ ലിവർ എന്ത് ചെയ്യും? ബൈൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളേതാ പാൻക്രിയാസ് എന്ത് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കും? പാൻക്രിയാറ്റിക് ജ്യൂസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ രസവും ഉൽപ്പാദിപ്പിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നമ്മളെ ഡൈജഷൻ എന്ത് ചെയ്തു? ഡൈജഷൻ നിന്നു, അല്ലെങ്കിൽ ഡൈജഷൻ പൂർത്തിയാവുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അങ്ങനെ ഡൈജഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് അത് ആഗിരണം ചെയ്യണ്ടേ? ഫുഡ് എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണ്ടേ? അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? അബ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആഗിരണം കേട്ടോ. ആഗിരണം തുടങ്ങുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഡൈജഷൻ എൻഡ് ചെയ്യുന്നത്, ദഹനം പൂർത്തിയാകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അതുപോലെ തന്നെ നോക്കിക്കോ, അവിടെ പോയി 5 മുതൽ 6 മീറ്റർ അല്ലേ, 5 to 6, 5 മുതൽ 6 മീറ്റർ വരെ ഇതെന്തുണ്ട്? ഇതിന് വലുപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ ജ്യൂസ് അല്ലേ, അതായത് എന്താ പറയുക, പിത്തരസവും അതുപോലെ പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലേ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും എന്ത് ചെയ്യുന്നുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസും ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ജ്യൂസ് ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ദഹനം പൂർത്തിയാവാൻ അല്ലെങ്കിൽ ദഹനം സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആലോചിക്കണം. എന്നിട്ട് നമ്മൾ എവിടെ എത്തുക എന്നറിയോ? യെസ്, എന്നിട്ട് നമ്മൾ എത്തുക ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ്. അതിന് മുന്നേ നമുക്ക് ഒരാളെ പഠിക്കാനുണ്ട്. ഈ ആളാണ് നമുക്ക് വില്ലേ അല്ലെങ്കിൽ വില്ലസുകൾ എന്ന് പറയാം. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ ഓർക്കേണ്ട കാര്യം, ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും കേട്ടോ. നോക്കിക്കോ, യെസ്, ഇതാ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അതായത് ചെറുകുടൽ, അതായത് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വോളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഏതാ ചോദിക്കും? അതാണ് ഈ ഒരു വില്ലസ്. ഈ ഒരു വില്ലസ് എന്തിനാണെന്നറിയോ? നാം കഴിക്കുന്ന ആഹാരങ്ങളില്ലേ, അത് നമ്മൾ ഫുഡ് എടുക്കൂലേ, ഫുഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കണ്ടേ? നോക്കിക്കോ, ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നത്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു വില്ലസിന്
ഉപയോഗം എന്താ? ഒന്നാമത്തെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഉപയോഗമല്ല, നോക്കേണ്ട കാര്യം വില്ലസുകൾ എന്താണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ വിരലുകൾ പോലെയുള്ള ഭാഗം എന്ന് ആലോചിക്കുമ്പം നിങ്ങൾ പറയണം എന്താണ്, യെസ് അത് വില്ലസ് ആണ്. ഈ വില്ലസിന്റെ ഉപയോഗം എന്താ? നമ്മൾ ഫുഡ് എടുക്കൂലേ, നമ്മൾ ഫുഡ് എടുക്കുന്ന സമയത്ത് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നമ്മളെ എല്ലാ ബോഡിയിലും എത്തണ്ടേ. ഏതിലൂടെ എത്തുക? രക്തത്തിലൂടെയാണ് അല്ലെങ്കിൽ ബ്ലഡിലൂടെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ ബോഡിയിലേക്കും എത്തിക്കുന്ന ആരാണ്? നമ്മുടെ വില്ലസ് ആണ്. അങ്ങനെ നമ്മളെ ഫുഡ് പോയി എങ്ങോട്ട് എത്തിയിടാ? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി അല്ലേ. ലാർജ് ഇൻറ്റസ്റ്റൈൻ നോക്കാം. ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. എന്താ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടൽ എന്ന് പറയാം അല്ലെ. ഇനിയോ വൻകുടലിൽ വെച്ച് അവിഷ്ടങ്ങളുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കുന്ന ദഹനാവിഷ്ടങ്ങളെ നിങ്ങൾ എന്താ പറയേണ്ടത്? ജസ്റ്റ് ഒന്നും മനസ്സിലാക്കാനില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫുഡൊക്കെ എടുക്കുന്നു, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. അത് കഴിഞ്ഞാൽ ഇനിയും ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങോട്ട് പോകുന്നുള്ളൂ? നമ്മളെ ഈ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും? ഈ റെക്റ്റത്തിലേക്ക് പോകും കേട്ടോ. പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും വേണ്ട അല്ലേ. നമ്മൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിൽ തന്നെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡൈജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അബ്സോർപ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ വേണ്ടാത്ത കുറച്ച് സാധനങ്ങളാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ വൻകുടലിലേക്ക് പോവുക. എന്നിട്ടാണ് റെക്റ്റത്തിലേക്ക് പോകുന്നത്. റെക്റ്റത്തിന്റെ മലാശയം എന്ന് പറയും കേട്ടോ, മലാശയത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഒന്നുകൂടി പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ വായയിലേക്ക് അല്ലെങ്കിൽ മൗത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഫുഡ് വെക്കുന്നു. അത് ഈസോഫാഗസിലേക്ക് പോകുന്നു. ഈസോഫാഗസിന്റെ വോളിൽ ഒരു വേവ് ലൈക്ക് മോഷൻ ഉണ്ട്, വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട് അല്ലെ. വേവ് ലൈക്ക് മൂവ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനമുണ്ട്. അതിനാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയാ. എന്നിട്ട് നമ്മൾ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് എത്തുന്നു. ആമാശയത്തിൽ 4 to 5 hours വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഫുഡ് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് എവിടത്തേക്ക് പോകുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡൈജഷൻ എൻഡ് ചെയ്യുന്നുണ്ട്. 5 to 6 മീറ്റർ വലുപ്പം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിനുണ്ട്. ഇവിടെ ഡൈജഷൻ എൻഡ് ചെയ്യുന്നു. ഇവിടെ ഡൈജഷൻ എൻഡ് ചെയ്തിട്ട് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ലിവർ അല്ലെ, നമ്മളെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ ജ്യൂസ് അല്ലെ, ബൈൽ ജ്യൂസും അതുപോലെ അതായത് പിത്തരസം, ബൈൽ ജ്യൂസ് അല്ലെങ്കിൽ പിത്തരസം, അതുപോലെ തന്നെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, നല്ല സ്മൂത്ത് ആയിട്ട് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദഹനം നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ഡൈജഷനും കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടേക്ക് പോകുന്നു? ഫുഡ് നമ്മളെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വൻകുടലിലേക്ക് പോകുന്നു. വൻകുടലിനും ഏകദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടേക്ക് പോകുന്നു? റെക്റ്റത്തിലേക്ക് പോകുന്നു അല്ലെ അല്ലെങ്കിൽ മലാശയത്തിലേക്ക് പോകുന്നു. ഇതാണ് ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ. ഇത്രയേ നിങ്ങൾ പഠിക്കാനുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഫ്ലോ ചാർട്ട് പഠിച്ചു. അത് ഏതിന്റെ ഫ്ലോ ചാർട്ട് ആയിരുന്നു? ഓർഗൻ ആയിരുന്നു അല്ലെ. ഒരു ഓർഗനിൽ നിന്ന് അടുത്ത ഓർഗനിലേക്ക്, ഒരു അവയവത്തിൽ നിന്ന് അടുത്ത അവയവത്തിലേക്ക് പോകുന്ന ഓർഗനാണ് പഠിക്കാനുള്ളത്. ഇവിടെ മിസ് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിന്റെയാണെന്നറിയോ? പോഷണത്തിന്റെയാണ് കേട്ടോ. പോഷണം അല്ലെങ്കിൽ ന്യൂട്രിയന്റ് അല്ലെ. നോക്കിക്കോ, ആദ്യം നമ്മൾ ആഹാരം സ്വീകരിക്കുന്നു അല്ലെ, അതായത് ഫുഡ് നമ്മൾ ടേക്ക് ചെയ്യുന്നത്. ദെൻ ദഹിക്കുന്നു അല്ലെ, ഡൈജസ്റ്റ് ആവുന്നില്ലേ? എന്താവുന്നുണ്ട്? ഡൈജസ്റ്റ് ആവുന്നില്ലേ? അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് കൊടുക്കാം. ദെൻ ആഗിരണം അല്ലെ, ഫുഡ് നമ്മൾ എല്ലാ ബോഡിയിലും ആഗിരണം നടക്കുന്നില്ലേ? യെസ്, എന്ത് പറയാം നമുക്ക്? അബ്സോർപ്ഷൻ എന്ന് പറയാം. ഇനി സാംശീകരണം അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്ത് പറയാം? എസ്റ്റിമുലേഷൻ എന്ന് പറയാം കേട്ടോ. സാംശീകരണം നടക്കുന്നു. ദെൻ വിസർജനം അല്ലെ, അത് രക്തത്തിലൂടെ പുറത്തു പോകുന്നില്ലേ? യെസ്, എക്സ്ക്രീഷൻ എന്ന് പറയാം കേട്ടോ. ഇതാണ് ന്യൂട്രിയൻ അതായത് പോഷണത്തിന്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ട്. ഒന്ന് ഓർഗന്റെയും ഒന്ന് പോഷണത്തിന്റെയും ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഒരു 1/4 ഭാഗം നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. അത് വേണം എന്നുണ്ടെങ്കിൽ മിസ്സിന് എന്ത് ചെയ്യാ? മിസ്സിന്റെ പേര് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മൈലി കമൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ സ്മൈലി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിസ് എന്ത് ചെയ്യാം? അടുത്ത ഈ ഒരു ടെക്സ്റ്റിന്റെ ബാക്കിയുള്ള വീഡിയോ ഇതുപോലെ കുഞ്ഞു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, സെറ്റ് അല്ലേ? ബൈ.